വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ നാട്ടിലേക്ക് പോകുന്ന പാക്കിങ്ങും കാര്യങ്ങളോട്ടോ, നമ്മുടെ പെട്ടി പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. 1-3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച് മേടിച്ച കുറച്ച് സാധനങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ നേരെ വീഡിയോയിലോട്ട് കേൾക്കാം. അപ്പോൾ നമുക്കിനി പാക്കിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പെട്ടിയും കാര്യങ്ങളൊക്കെ താഴ്ത്തിറങ്ങാം. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടികളാട്ടോ. എൻ്റെ 3 പെട്ടികളും കാര്യങ്ങളും ഇവിടെ മൂടിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് ഈ ക്യാബിൻ ബാഗായിട്ട് ഈ പിങ്കും അതുപോലെ തന്നെ ആ ഗ്രീൻ കളറ് ചെക്കിൻ ബാഗാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് താഴത്തേക്ക് ഇറക്കിയിട്ട് ഇനി പാക്കിങ് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടുത്തെ മുകളിൽ പെട്ടിയെല്ലാം താഴത്തേക്ക് എടുത്ത് വെച്ചു. ബെഡിലേക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റാണ്. ഇനി പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് തുടങ്ങണം. ഇപ്പോൾ സമയം 3:45 ആവാറായിട്ടോ. ഇനി എനിക്കൊന്നുകൂടി പുറത്തേക്ക് പോകണം, പൗള വരെ പോകണം. കാരണം ഞാനൊരു ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് എന്നിട്ട് ചെയിൻ മേടിച്ചിട്ട് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അത് അവിടെ വെച്ച് മറന്നുപോയി. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അത് ഓർത്ത, ചെയിൻ കാണുന്നില്ല. അപ്പോൾ അതെന്തായാലും പോയി എടുക്കണം. ഞാൻ അവരെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ പോയി ഒരു തവണ ഞാൻ വന്നപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ പോയി നോക്കിയതാണ്. ഷോപ്പ് ക്ലോസ് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാൻ പോയേക്കുവാന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും ഇവിടുത്തെ പണിയെല്ലാം തീർത്ത് വേണം എനിക്ക് ഒന്നുകൂടി പോയി നോക്കാൻ. നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ വന്നിട്ട് വേണം ഇനി ഫുഡും കാര്യങ്ങളും ബാക്കിയെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ വേഗം നമുക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാം ബബിൾ റാപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് സെറ്റാക്കട്ടെ. അപ്പോൾ നമുക്കിനി തുടങ്ങാം. അപ്പോൾ നമ്മൾ പാക്കിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് നമുക്ക് പെട്ടി ഇവിടെ വയ്ക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റ് നോക്കി എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്കിനി ഓരോന്നോരോന്ന് എടുത്ത് വെക്കാം. എനിക്ക് തോന്നുന്നു ഈ കുപ്പിയും എനിക്ക് ബബിൾ റാപ്പ് ചെയ്യണം. നമ്മുടെ ഷവർ ജെല്ല് കാര്യങ്ങളൊക്കെ ബബിൾ റാപ്പ് ചെയ്യാനുണ്ട്. വേറെ അങ്ങനെ ലിക്വിഡ് ഐറ്റംസ് വേറെ ഇല്ല, അതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ബബിൾ റാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് എല്ലാം സെറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ഒരു ബാഗ് കേട്ടോ. ചെക്കിൻ ബാഗ് കൊണ്ടുപോകുന്നതാണ്. 30 കിലോ ഇതിലാണ് വെക്കുന്നത്. പിന്നെ ഞാനൊരു ക്യാബിൻ ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. ഇത് രണ്ടും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എനിക്കൊരു സീൻ ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 30 കിലോ ഒക്കെ എത്തണം. ക്യാബിൻ ബാഗിൽ 8 കിലോ എത്തണം. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കുന്ന ഇതുണ്ട്. ഞാൻ ഓരോന്ന് വെച്ചിട്ട് ഒരുവിധം വെച്ചെല്ലാം നോക്കിയിട്ട് വെയിറ്റ് നോക്കണം. ഞാൻ ഒരിക്കൽ നോക്കിയാണ് കുറച്ച് മേടിച്ച സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് 13 കിലോ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അത് കുപ്പിയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചും കൂടി വെച്ച് നോക്കിയിട്ട് എത്ര കിലോ ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പാക്കിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്യും. കുപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലായിട്ടല്ല വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം കുപ്പിയും കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബബിൾ റാപ്പും പിന്നെ ഞാൻ മറ്റേ ഇങ്കോ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫുൾ കുപ്പി കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് അതിൻ്റെ മുകളിൽ വെച്ച് കുപ്പി സെറ്റാക്കാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഈ ക്ലോസാൻ്റെ കാര്യങ്ങളൊക്കെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കുറച്ച് അത്രയും ഈ ഉള്ളിൻ്റെ കാർബോർഡിൻ്റെ ഒക്കെ വെയിറ്റ് കുറയുള്ളൂ. അതും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ സെറ്റാക്കി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം ബബിൾ റാപ്പ് വെച്ചിട്ട് ഫുൾ കുപ്പി പൊതിയാണ്. ഓരോ കുപ്പി നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് നോർമൽ ടേപ്പ് വെച്ചിട്ടാണ് റാപ്പ് ചെയ്യുന്നത്. മറ്റേ വലിയ ടേപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. എൻ്റെ കയ്യിൽ ഈ ഒരു ടേപ്പ് ഉണ്ടായതുകൊണ്ട് ഞാനിത് വെച്ചിട്ട് ബബിൾ റാപ്പ് എല്ലാം ഫുള്ളി സെറ്റാക്കാം കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ ബബിൾ റാപ്പ് വെച്ച് പൊതിഞ്ഞാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്കോ ഷീറ്റും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ കുപ്പിയും ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ കുപ്പികളെല്ലാം നമ്മൾ നോർമൽ ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 1 ലെയർ ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു നമ്മൾ ഇങ്കോ ഷീറ്റ് വെച്ചിട്ടും കൂടി ഒന്നും കൂടി റാപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഇതായിട്ട് ഇരുന്നോളും എന്ന് വിചാരിക്കുന്നു. ഇനി ബബിൾ റാപ്പ് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഇങ്കോ ഷീറ്റിലും കൂടി കവർ ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ നിന്ന് എല്ലാ കടയിലും മേടിക്കാൻ കിട്ടുമോ? ഇങ്കോ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതിലും കൂടി നമുക്കിനി കവർ ചെയ്യാം. നമ്മൾ ബബിൾ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുപ്പികളുടെ മുകളിലേക്ക് നമ്മൾ ഇങ്കോ ഷീറ്റ് വെച്ചിട്ട് ഒന്നുകൂടി റാപ്പ് ചെയ്യാം കേട്ടോ. ഇതും കൂടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫായിട്ട് നമ്മുടെ കുപ്പി ഇരുന്നോളും. എന്നിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന തുണി കാര്യങ്ങൾക്ക് ഇടയിൽ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായിട്ട് നമ്മൾ പൊട്ടാതെ ഇരുന്നോളും എന്നാണ് ഇങ്ങനെ കൊണ്ടുപോയിക്കുന്നവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഫുൾ ഞാൻ സെറ്റ് ചെയ്ത് എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുപ്പി എല്ലാം റോൾ ചെയ്തിട്ടുണ്ട്. ഒരു കുപ്പി കഴിഞ്ഞു. ഇനി 2 കുപ്പിയും കൂടി റോൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് വേഗം ചെയ്യട്ടെ. അതുകൂടി ചെയ്തിട്ട് ഞാൻ ബാക്കി വീട്ടിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ ഞാൻ ബാക്കി 2 കുപ്പിയും കൂടി ഇതുപോലെ റോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുപ്പിയും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് പെട്ടിയിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ കോൺഫ്ലെക്സ്, മുസില്ലി, ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചത്. കോൺഫ്ലെക്സിൻ്റെ ഈ പെട്ടി ഞാൻ മാറ്റാൻ പറ്റുമെന്ന് നോക്കി, കാരണം അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കവർ ചെറിയൊരു ഭയങ്കര തിന്നാണ്. അപ്പോൾ എനിക്കൊരു പൊട്ടിപ്പോകുന്നൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മുസില്ലിയുടെ ആയാലും അങ്ങനെ തന്നെ ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ നട്ട്സ് കാര്യങ്ങളിലാണ് വെയിറ്റ് ഇത്തിരി കൂടുതൽ വന്നേക്കണം. 1 കിലോ വെച്ചിട്ട് നട്ട്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ തന്നെ കയറ്റി. പിന്നെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അധികം മേടിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ ബാർ ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ആകെ 2 പാക്കറ്റ്
എനിക്ക് തോന്നുന്നു ഒരു 1 കിലോൻ്റെ ചോക്ലേറ്റും പിന്നെ 2 കിൻഡർ ബ്യൂണോ അത്രയാണ് ചോക്ലേറ്റ്സ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. നമുക്ക് നാട്ടിൽ നിന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ നമുക്കിപ്പോൾ ഷോപ്സിൽ കിട്ടുമല്ലോ, പുറത്തുനിന്നുള്ള ചോക്ലേറ്റ്സ് എല്ലാം കിട്ടും. ഞാൻ വെച്ചാൽ കുറച്ച് അങ്ങനെ മേടിക്കാമെന്ന് കരുതി. ഇവിടുന്ന് ഞാൻ വളരെ കുറച്ചാണ് ചോക്ലേറ്റ്സ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത അധികം സാധനങ്ങളുമാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ക്രൊസാൻറ്റ് നേരെ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് വെയിറ്റിൻ്റെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ വരുന്ന വിചാരിച്ച് ഞാൻ പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത്. ഇതാകുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ കവറുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് എടുത്ത് നിരത്തി വെച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ എന്താ ചോക്ലേറ്റ്സിൻ്റെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ചോക്ലേറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മൊത്തം കഴിച്ച് തീർക്കില്ല, ഒരു പെട്ടി ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ആ ഒരു ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ പെർഫ്യൂംസ് ഉണ്ട്, ബോഡി മിസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളതുണ്ട്. പിന്നെ ഇതൊക്കെ കൊണ്ടുപോകാൻ നാട്ടിൽ കൊണ്ടുപോകണം ഞാൻ മേടിച്ച സാധനങ്ങൾ, ബാഗ്, അതുപോലെ വാലറ്റ്, പിന്നെ സ്പ്രേ, അതായത് വീട്ടിലേക്കുള്ള സ്പ്രേ കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ, ചേട്ടനും അച്ഛനുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ആ പെട്ടിയപ്പാടെ തന്നെ വെക്കണമല്ലോ, അല്ലാണ്ട് വെച്ചാൽ നമുക്കിനി പൊട്ടുമെന്നുള്ള പേടിയും കൊണ്ട് ആ പെട്ടിയപ്പാടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മേടിച്ച ബാഗ്, വാലറ്റ് കാര്യങ്ങളാട്ടോ. ഇതിനൊക്കെ നന്നായിട്ട് വെയിറ്റ് കയറി പോയിട്ടുണ്ട്. ഞാൻ ലൈറ്റ് വെയിറ്റാണെന്ന് വിചാരിച്ചു ഞാൻ ഓൺലൈൻ ത്രൂ മേടിച്ചതാണ്. കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി മേടിക്കായിരുന്നു. പിന്നെ ഓൺലൈൻ ത്രൂ മേടിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഞാൻ തൂക്കി നോക്കിയിട്ടില്ല സെപ്പറേറ്റ്. അപ്പോൾ ഇത് പിടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ട്യൂണാക്കാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് പറ്റിപ്പോയത് ട്യൂണ ഞാൻ മേടിച്ചത് കൂടിപ്പോയി. അപ്പോൾ ഇവിടെ വെക്കാൻ എനിക്ക് തോന്നിയില്ല, കാരണം അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ട്യൂണ. എൻ്റെ ബ്രദർ UK നിന്ന് വന്ന സമയത്ത് ട്യൂണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് കുറച്ച് കൂടുതൽ കൊണ്ടുപോകും, കാരണം അമ്മ എപ്പോഴും പറയും അത് നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന്. അപ്പോൾ ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് കൂടുതൽ മേടിച്ചു. ട്യൂണ അതുകൊണ്ട് ഞാൻ കുറേ മേടിച്ചു. വീട്ടിലോട്ടേക്കും മേടിച്ചിട്ടുണ്ട്, പിന്നെ ചേട്ടൻ്റെ വീട്ടിലേക്കും അങ്ങനെ കുറേ ട്യൂണ ഞാൻ നോക്കിയില്ല, ഒരു കൺട്രോളില്ലാണ്ട് കുറേ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് തന്നെ നല്ലോണം കയറി പോകുന്നുണ്ട്, ആ ക്യാനിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം. പിന്നെ ഞാൻ ബാക്കി വന്ന മിഠായും ക്രിസാൻജയും കാര്യങ്ങളെല്ലാം വെച്ച് ഈ ഒരു സൈഡ് ഫുള്ള് കവറപ്പ് ചെയ്തു. അടുത്ത സെക്ഷനിൽ നമ്മൾ ഇതുപോലെ ചോക്ലേറ്റ്സും പിന്നെ ബാഗ് ഒരെണ്ണമുണ്ട്, അത് കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ എനിക്കുള്ള തന്നെ സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനുണ്ട്. ഇത് ഞാൻ മേടിച്ചപ്പോൾ വിചാരിച്ചില്ല ഇത്രയും വെയിറ്റ് വരുന്നു. എല്ലാവരും പറഞ്ഞു നിനക്ക് 30 കിലോ സാധനമൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാനും ഇല്ല എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു നല്ലോണം വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ഞാൻ തൂക്കി വെച്ച് നോക്കുമ്പോൾ ഇടയ്ക്ക് നോക്കുമ്പോൾ വെയിറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സൈഡിൽ പകുതി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ബാക്കി ക്യാബിൻ ബാഗിലേക്കുള്ള സാധനങ്ങൾ കയറ്റി. കാരണം നമുക്ക് ക്യാബിനിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നമ്മുടെ ചെക്കിങ്ങിലേക്ക് കയറ്റാം. നമ്മുടെ ലോഷൻ കാര്യങ്ങൾ 100 ml മുകളിലുള്ളതൊക്കെ നമുക്ക് ഇതിലല്ലേ ചെക്കിങ്ങിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്യാബിനിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് ബാക്കി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ക്യാബിനിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ വിചാരിച്ചു ചെക്കിന് കയറ്റാണ്. അപ്പോൾ ഞാൻ അവിടെ ക്യാബിൻ ബാഗ് ഫുള്ള് സെറ്റ് ചെയ്യാണ്. അതും ചോക്ലേറ്റ്സ് 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതുപോലെ തന്നെ വാലറ്റ് കാര്യങ്ങൾ, പിന്നെ വാച്ചെല്ലാം ഞാൻ ക്യാബിനിൽ കയറ്റി. ചെക്കിങ്ങിൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാച്ച് കാര്യങ്ങളൊക്കെ ക്യാബിനിൽ കയറ്റിയിടും. പിന്നെ നമ്മുടെ ഈ ഒരു ചെക്കിൻ ബാഗ് ഞാൻ വീണ്ടും ഫുൾ ഒരു സാധനം കുപ്പിയെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടു. അത് എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും എൻ്റെ ഫോൺ കാര്യങ്ങൾ ഓഫായിപ്പോയി, ചാർജിലുണ്ട്. അപ്പോൾ ഞാൻ കുപ്പി കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റാക്കി. പിന്നെ ഒരു കുക്കറും കൊണ്ടുപോകുന്നുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ കുക്കർ ഇവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്താ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ കരുതി അത് കൊണ്ടുപോയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു, മാറി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കുക്കർ ചെറിയ കുക്കറാണ്, 2.5 ലിറ്ററിൻ്റെ ഒരു കുഞ്ഞു കുക്കറുണ്ട്. അപ്പോൾ അതും ഞാൻ കൊണ്ടുപോകുന്നത് വെച്ചാൽ അതെടുത്ത് വെച്ചു. പിന്നെ ഒരു 2-3 ജോഡി ഡ്രസ്സ് ഉണ്ട്, അതെൻ്റെ റൂംമേറ്റിൻ്റെ വീട്ടിലോട്ട് കൊടുക്കാനുള്ളത്, അവൾ തന്നിട്ടതും. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന 2 ജോഡി ഡ്രസ്സുണ്ട്, അച്ഛനൊക്കെ മേടിച്ചത്. അത് മാത്രമാണ് ഡ്രസ്സായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഡ്രസ്സായിട്ട് കൊണ്ടുപോകുന്നില്ല. ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് പെട്ടിയുടെ ഇനി വെയിറ്റ് പോകും. കാരണം ക്യാബിൻ ബാഗ് ഞാൻ നോക്കിയപ്പോൾ 5.5 കിലോ ഉള്ളൂ. എനിക്ക് 8 കിലോ വരെ ക്യാബിൻ ബാഗിൽ വെക്കാം, അതിന് 5.5 കിലോ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം സാധനങ്ങൾ അതിൽ കയറ്റാം. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു ചെക്കിൻ ബാഗാണ്. ചെക്കിൻ ബാഗ് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓവർ വെയിറ്റ് ആണെന്ന്. എനിക്കത് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുപോലെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും 30 കിലോ കൂടുതലുണ്ടെന്ന് ഏകദേശം ഒരു ധാരണയായി. ചെക്കിൻ ബാഗിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ആദ്യം 27 കാണിച്ചു. പിന്നെ ഞാൻ കസേരയുടെ മുകളിൽ കയറി ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തപ്പോൾ 30 കാണിക്കുന്നുണ്ട്. ഞാനും അപ്പുറത്തെ റൂമിൽ ചേച്ചി കൂടി നോക്കിയപ്പോഴും അത്രയൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് എത്രയാണെന്ന് അറിയില്ല. എന്തായാലും വെയിറ്റ് നല്ലതുപോലെ ഉണ്ട്, നല്ല വെയിറ്റിൽ കയറിയിട്ടുണ്ട് സാധനങ്ങൾ. ഇനി എൻ്റെ മറ്റു ബാഗിൽ 5.5 എന്തുണ്ട്. ഇനി എനിക്ക് ആകെ വെക്കാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒരു ക്രോസാൻഡ്, പിന്നെ 2-3 ചെടി ഡ്രസ്സ്, അതൊക്കെ തന്നെ ഉള്ളൂ. ഇനി കൊണ്ടുപോകാം, വേറെ ഇനി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കയറ്റാനില്ല. അതിൽ ഈ പെട്ടി ഫുള്ളായിട്ടുണ്ട്, ഇതിലേക്ക് ഒന്നും കയറ്റാൻ പറ്റില്ല. എനിക്ക് കയറ്റാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു 8 കിലോ ബാഗിലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിലേക്ക് എന്തായാലും നോക്കട്ടെ, ഇനി എന്തൊക്കെ കയറ്റാൻ പറ്റുമെന്ന് നോക്കിയിട്ട് കൂടി വരും. ഇനി ഇതിൽ ബാലൻസ് കാര്യങ്ങൾ വെക്കണം. എന്തായാലും അതിൽ നിന്ന് എന്തായാലും സാധനങ്ങൾ കുറച്ച് മാറ്റണം, കാരണം
നമ്മുടെ ലിക്വിഡ് ലോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് അതിലാണ് കയറ്റാനുള്ളൂ. എന്തായാലും അതിൽ നിന്ന് കുറച്ചുകൂടി സാധനങ്ങൾ മാറ്റേണ്ടി വരും. ഇതിന് ബാക്കി കൂടി എടുത്തിട്ട് വെയിറ്റ് നോക്കാം എന്തോരം ഉണ്ട്. അതനുസരിച്ച് ബാക്കി സാധനങ്ങളിലൂടെ എനിക്ക് അതിൽ നിന്ന് എന്തൊക്കെ മാറ്റണം എന്നുള്ളൊരു തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടൂണ അങ്ങനെ എന്തെങ്കിലും മാറ്റേണ്ടി വരും. വെയിറ്റ് കൂടിയത് പ്രത്യേകിച്ച് ലഡു കുക്കർ എന്തായാലും കൊണ്ടുപോയി പറ്റുന്നുണ്ട്. കുക്കർ അതിലുണ്ട്. പിന്നെ എനിക്ക് അതിൽ നിന്ന് മാറ്റാന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് വേറെ ഞാൻ അധികം എടുത്തിട്ടില്ല. ഇതിൽ കയറ്റാൻ പറ്റുന്ന സാധനങ്ങൾ ഇതിൽ കയറ്റിട്ട് എന്നിട്ട് അതിലും കൂടി നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെയാണ് മാറ്റുന്നത് നോക്കും. അപ്പോൾ നമ്മൾ മൊത്തം ബാഗ് വെയിറ്റ് ചെയ്ത് നോക്കി കേട്ടോ. എൻ്റെ ചിക്കൻ ബാഗ് വന്നിട്ട് 30 കിലോയാണ് കൊണ്ടുപോകേണ്ടത്. എനിക്കിതിൽ 31 കിലോ ഉണ്ട്. പിന്നെ 8 കിലോൻ്റെ ക്യാബിൻ ബാഗിൽ എനിക്കിപ്പോൾ ഓൾറെഡി 8,400 സംതിങ് ഉണ്ട്. എന്നിട്ട് ജസ്റ്റ് ട്രാവൽസാരും വിളിച്ച് നോക്കി നമുക്ക് എക്സ്ട്രാ ബാഗേജ് അലവൻസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ രാത്രിയുണ്ട്, നാട്ടിൽ രാത്രി ആയതുകൊണ്ട് നമുക്ക് നാളെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഉണ്ടായാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇനി മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. കാരണം നമ്മൾ ആശിച്ച് മുഴിച്ച് മേടിച്ച സാധനങ്ങളല്ലേ, അത് ആദ്യമായിട്ട് പോകുന്നതാണ് വന്നിട്ട്. ഇതിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഇതാണ് നിൻ്റെ പാക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് പകുതി ഞാൻ എടുത്തിട്ടുണ്ടില്ല. കാരണം പാക്കിങ്ങിൻ്റെ ഇടയിൽ ഫോൺ വന്നിട്ട് ചാർജ് ഇതായിപ്പോയിരുന്നു. പിന്നെ ചാർജിന് കുത്തിയിട്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ബാക്കി ഒരു ഇതും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇത്ര ഞാൻ കൊണ്ടുപോയത് എന്തായാലും ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് ക്ലിപ്പിലിട്ടേക്കുന്ന എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആകെ എടുത്ത് വെക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി സ്ട്രിക്റ്റിൻ്റെ ഒരു ബോക്സ് ഇതാ, ഈ ഒരു ക്വാളിറ്റി സ്ട്രിക്റ്റിൻ്റെ ഒരു ബോക്സ്, പെട്ടി മിഠായി, പിന്നെ ഈ ഒരു ബാഗും. ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പം അതിൽ വെച്ചതിൽ കയറ്റാത്തുള്ളൂ. അതിപ്പോൾ എനിക്ക് നാളെ നമുക്ക് എക്സ്ട്രാ ബാഗിൻ്റെ ടിക്കറ്റ് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കയറ്റാമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിതിപ്പോൾ നെക്സ്റ്റ് ഫ്ലോട്ടേക്ക് മാറ്റി വയ്ക്കും. അതേ പറ്റത്തുള്ളൂ. കാരണം ബാക്കി അതിനൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അതുപോലെ ഫില്ലേജ് സാധനം വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ട്രാവലിംഗ് വീഡിയോ ആയിരിക്കും. ട്രാവലിംഗ് വീഡിയോ ഞാൻ ഇടാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് കാണുമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, വളരെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട്, അതായത് എൻ്റെ നെക്സ്റ്റ് ട്രാവലിംഗ് വീഡിയോ ആയിട്ട്, നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ട്രാവലിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.